9th സ്റ്റാൻഡേർഡ് നെഗറ്റീവ് നമ്പേഴ്സ് പേജ് നമ്പർ 132 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടേക്ക് ഡിഫറെൻറ്റ് നമ്പേഴ്സ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ് എക്സ് വൈ സെഡ് ആൻഡ് കാൽക്കുലേറ്റ് എക്സ് മൈനസ് വൈ മൈനസ് സെഡ് ആൻഡ് എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് ആർ ബോത്ത് ദ സെയിം നമ്പർ ഇൻ ഓൾ കേസസ്. നമ്മൾ എന്ത് ചെയ്യാം? എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് എടുക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യണം? നമ്മൾ എക്സിൽ നിന്ന് വൈ കണ്ടില്ലേ, എക്സ് മൈനസ് വൈ, എക്സിൽ നിന്ന് വൈ കുറക്കണം. ഏതിന്? വൈയിൽ നിന്ന് സെഡ് കുറച്ചതിന് എക്സിൽ നിന്ന് അത് കുറക്കണം. അതുകൂടാണ്ട് എക്സ് മൈനസ് വൈ പ്ലസ് സെഡ്, എക്സിൽ നിന്ന് വൈ കുറച്ചിട്ട് സെഡ് ആഡ് ചെയ്യണം. അപ്പോൾ അത് രണ്ടും സെയിം ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സെറ്റ് നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. എക്സ് വൈ സെഡ് എന്നുള്ളത് കൊടുക്കുന്നത് 7, 6, 3 എന്ന് കൊടുത്തു. 7, 6, 3 എന്ന് കൊടുത്തപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ മൈനസ് സെഡ്, ഇത് ബ്രാക്കറ്റ് അതുപോലെ തന്നെ ഇടണം. അപ്പോൾ 7 മൈനസ് 6 മൈനസ് 3, അപ്പോൾ ബ്രാക്കറ്റാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 6 നിന്ന് 3 കുറച്ചാൽ 3 ആണ്. 7 നിന്ന് 3 കുറച്ചാൽ 4 ആണ്. 6 നിന്ന് 3 കുറച്ചാൽ 3 ആണ്. 7 നിന്ന് 3 കുറച്ചാൽ 4 ആണ്. അതുപോലെ എക്സ് മൈനസ് വൈ പ്ലസ് സെഡ്, 7 നിന്ന് 6 കുറച്ചാൽ 1 ആണ്. 1 പ്ലസ് 3 4 ആണ്. അപ്പോൾ അതായത് രണ്ട് ആൻസറും സെയിം ആണ്. അടുത്ത വാല്യൂസ് നമുക്ക് നോക്കാം. -2 -5 -4. അപ്പോൾ -2 -5 -4 എന്ന് കൊടുത്താൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ -2 ആണ്. മൈനസ് ബ്രാക്കറ്റ് എഴുതാം. വൈൻ്റെ വാല്യൂ -5 ആണ്. മൈനസ് ഇത് നമ്മുടെ ഈ വൈ മൈനസ് സെഡിൻ്റെ മൈനസാണ് ഈ ഒരു മൈനസ്. ഒരെണ്ണം നമ്മളെടുത്ത നെഗറ്റീവ് വാല്യൂസിന് അതിനപ്പോൾ 2 മൈനസ് വന്നു. അപ്പോൾ ഇവിടെ 2 മൈനസ് വന്നാൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ -5 + 4 വരും. -5 + 4 എന്ന് പറഞ്ഞാൽ 4 - 5 ആണ്. അപ്പോൾ അത് -1 വരും. അപ്പോൾ -2 മൈനസ് അങ്ങനെ വരുമ്പോൾ അപ്പോൾ -2 -1 എന്നാണ് വരിക. അതായത് -5 + 4 എന്ന് പറഞ്ഞാൽ -1 ആണ്. ആ -1ഉം ഇതും കൂടി ആകുമ്പോൾ എന്താവും? അത് +1 ആവും. അപ്പോൾ -1 വരും ആൻസർ. -2 + 1 = -1. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. -2 -5 ഈ 2 മൈനസ് അടുത്തടുത്ത് വരുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ -2 + 5 എന്ന് പറയുമ്പോൾ അത് 3 ആവും. 3 + -4 അതായത് 3 - 4 -1. ഇങ്ങനെ നമുക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും അവിടെ ഇപ്പോൾ ഞാൻ ഇത് 2 പോസിറ്റീവ് ഇത് നെഗറ്റീവ് കൊടുത്തു, പിന്നെ ഇത് പോസിറ്റീവ് ഇത് 2 നെഗറ്റീവ്, ആ രീതിയിൽ കൊടുത്തു നോക്കുന്നു. അപ്പോൾ ഏത് വില കൊടുക്കുമ്പോഴും അത് സെയിം ആണെന്ന് പറയുക വേണ്ടത്. അപ്പോൾ അടുത്ത വാല്യൂ കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുക 2 - 5 മൈനസ് വരും. അപ്പോൾ ഈ മൈനസ് വരുന്ന പ്ലസ് വരും. അപ്പോൾ 5 + 7 5 + 2 7 വരും. അപ്പോൾ 2 - 7 എന്ന് പറയുമ്പോൾ -5 വരും. ഇവിടെ 2 - 5 ബ്രാക്കറ്റിൽ +-2 2 - 5 എന്ന് പറയുമ്പോൾ -3 ആണ്. -3 - 2 എന്ന് പറയുമ്പോൾ -5 വരും. അടുത്തത് 3ഉം -7ഉം -8ഉം 3 -7 -8 വരും. ഈ 2 മൈനസ് വരുമ്പോൾ +8 ആവും. +8ഉം -7ഉം 1 ആണ് വരിക. കാരണം ഇത് പോസിറ്റീവ് 8 ആണ്, പോസിറ്റീവാണ് വരുന്നത്. അപ്പോൾ 1, അപ്പോൾ 3 - 1 = 2 എന്ന് വരും. ഇവിടെ 3 - -7 എന്ന് പറയുമ്പോൾ 3 + 7 10 വരും. 10 - 8 2 എന്ന് വരും. അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാ കേസിലും എന്താണ്? എക്സ് മൈനസ് വൈ മൈനസ് സെഡ് = എക്സ് മൈനസ് വൈ പ്ലസ് സെഡ്, അത് നമുക്ക് സെയിം ആണെന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് 2 pairs ഓഫ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ സാറ്റിസ്ഫൈങ് ഈച്ച് ഓഫ് ദ കണ്ടീഷൻസ് ബിലോ. എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്, എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്. അപ്പോൾ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആകുമ്പോൾ എക്സ് മൈനസ് വൈ = 1 ആണ്. എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആകുമ്പം എക്സ് മൈനസ് വൈ = -1. ഇതിൻ്റെ നമ്പേഴ്സിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ വേഗം ആൻസർ കിട്ടും. ഇവിടെ ഇപ്പം y 0ഉം എക്സ് 1ഉം ആകുമ്പോൾ 1 - 0 = 1 കിട്ടും. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എക്സ് 0ഉം വൈ 1ഉം ആകുമ്പം ആൻസർ കിട്ടും. പക്ഷെ നമുക്കിവിടെ എക്സ് നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള അതിൻ്റെ ചിഹ്നം കൂടെ വരുന്നത് കൊണ്ട്, അതിൻ്റെ എന്താ പറയുക സൈനും കൂടെ വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റുള്ള ഒരു വില കൊടുത്താലും നമുക്ക് സാധാരണ രീതിയിലുള്ള നമ്പേഴ്സ് കൊടുത്താലൊന്നും എക്സ് മൈനസ് വൈ എന്ത് കിട്ടില്ല? 1 കിട്ടില്ല. കാരണം എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും വരണം. എക്സ് പോസിറ്റീവ് ആയിരിക്കണം, എക്സ് വലിയ നമ്പർ ആയിരിക്കണം അല്ലേ.
അപ്പോൾ എക്സ് പോസിറ്റീവ്. ഇപ്പം നമ്മൾ വൈ നെഗറ്റീവ് ആകുമ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോൾ 6ഉം ഇതിപ്പം 7ഉം കൊടുത്താൽ 6ഉം 7ഉം കുറച്ച് -1 വരിക, അത് നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത് വൈ നെഗറ്റീവ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും എന്താ വരും, ഇവിടെ പ്ലസ് വരും. അപ്പോൾ വലിയ നമ്പർ കിട്ടും. ഇപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇത് 1 ആണെന്ന് വിചാരിക്കും, -1. 1 ആണെങ്കിൽ എന്താ വരിക, ഇവിടെ 6ഉം ഇവിടെ 1 ഇവിടെ 2 ആണെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള നമ്പർ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സെറ്റ് നമ്പേഴ്സ് നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഓരോരോ വാല്യൂ ഇട്ട് കൊടുത്താൽ, അതായത് എക്സ് പോസിറ്റീവ് എന്നുള്ള വാല്യൂ വൈക്ക് നെഗറ്റീവ് എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും x - y എന്നുള്ളത് കിട്ടില്ല. സാധാരണ നമ്പേഴ്സ് 1 2 3 എന്നുള്ള നമ്പേഴ്സ്, അതുപോലെ -1 2 3 എന്നുള്ള നമ്പേഴ്സ് കൊടുത്താൽ നമുക്കതുപോലെ കിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് ഫ്രാക്ഷൻ വാല്യൂ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ എഴുതിയതുപോലെ ഈ ഫ്രാക്ഷൻ തന്നെ ആവണമെന്നില്ല, വേറെ ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസും യൂസ് ചെയ്യാം. ആ ഫ്രാക്ഷൻസ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ എടുക്കുന്ന നമ്പർ x = 1/5 ആണെങ്കിൽ y എന്തെടുക്കണം, ഈ 5 തന്നെ കിട്ടുന്ന വിധത്തിലുള്ള, അതായത് 1നോട് 4 ആഡ് ചെയ്താലല്ലേ 5 കിട്ടുക. അപ്പോൾ അത് -4 കൊടുക്കാം. അപ്പോൾ x - y എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ 1/5 + 4/5 എന്ന് വരും. അങ്ങനെ 5/5 = 1 വരും. ഇനി നമ്മളിപ്പോൾ ഇവിടെ 1/6 കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് വേണം, 5/6 എന്ന് കൊടുക്കണം. അങ്ങനെയുള്ള മാറ്റങ്ങൾ മാത്രം. x = 2/5, y = -3/5. കണ്ടില്ലേ, 5 വരുന്നത് 2 മൈനസ് അങ്ങനെയുള്ള നമ്പേഴ്സ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ സുഖമായിട്ട് കണ്ടെത്താൻ പറ്റും. അടുത്തത് x നെഗറ്റീവും y പോസിറ്റീവും വരുമ്പോൾ ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, സൈന് മാറ്റി കൊടുക്കാം. x നെഗറ്റീവും y പോസിറ്റീവും ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് -1/5ഉം 4/5ഉം x - y എന്ന് പറയുമ്പോൾ -1/5 -4/5 എന്ന് കിട്ടും. അപ്പോൾ അതിൽ -1 -4 എന്തോ -5/5 = 1 എന്ന് കിട്ടും. അപ്പോൾ ഇതേപോലുള്ളത് നമുക്ക് ഇനിയിപ്പോൾ 5 തന്നെ വരണമെന്നില്ല, 6 ഒക്കെ വരാം. പക്ഷെ 6 വന്നാലും നമ്മൾ മുകളിലത്തെ രണ്ടും കൂട്ടിയാൽ ആ നമ്പർ ഡിനോമിനേറ്ററിനെ കിട്ടണം. അതായത് രണ്ട് ഡിനോമിനേറ്റർ സെയിമും ആവണം. ആ മുകളിലത്തെ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. Question number 3. Take 4 consecutive natural numbers or their negatives a, b, c, d and calculate a minus b minus c plus d. Explain using algebra why it is 0 for all such cases. എന്താണ് ഈ ഓൾജിബ്ര ഉപയോഗിച്ചിട്ട് നമ്മളത്, അതായത് ഇതിൻ്റെ ആൻസർ നമുക്ക് 0 ആണ് കിട്ടുക. അത് നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ വാട്ട് ഡു വി ഗെറ്റ് ഇഫ് വി കാൽക്കുലേറ്റ് a plus b minus c minus d ഇൻസ്റ്റഡ് a minus b minus c plus d. അപ്പോൾ അതിന് പകരം നമ്മൾ ഇത് കണ്ടാൽ എന്താണ് ആൻസർ കിട്ടുക. അതുപോലെ തന്നെ വാട്ട് അബൌട്ട് a minus b plus c minus d. ക്വസ്റ്റ്യൻ നമ്പർ 3ൽ ഞാൻ എക്ക് കുറച്ച് വാല്യൂസ് കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് നമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 10 എടുക്കുന്നുണ്ട്, 10 11 12 13 അങ്ങനെയുള്ള രീതിയിൽ എടുക്കണം. ഞാനിവിടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ നമ്പർ എടുക്കുന്നത്, 1 2 3 4 എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ 5 6 7 8 അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ എടുക്കാം, എന്തെടുത്താലും കുഴപ്പമില്ല. കണ്ടിന്യൂസ് നമ്പർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ രീതിയിൽ a minus b minus c plus d ഈ രീതിയിൽ കാണുമ്പോൾ a minus b minus c plus d, ഇപ്പോൾ 1 minus 2 minus 3 plus 4 എന്ന് ചെയ്യുമ്പോൾ 1ഉം 4ഉം പോസിറ്റീവാണ്, അതങ്ങനെ ഒരുമിച്ചെടുക്കാം. പിന്നെ -2 -2 ഒരുമിച്ചെടുക്കാം. അപ്പോൾ 1 + 4 5 ആണ്, 5 - 5 0 എന്ന് കിട്ടും. ഇനി നമ്മൾ ഫുൾ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ a minus b minus c minus d കാണുമ്പോൾ a എന്താണ് -2 ആണ്. b എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് കൂടാണ്ട് b -3 ആണ്, അതുകൊണ്ട് 2 മൈനസ് വന്നത്. അതുപോലെ തന്നെ ഇവിടെയും 2 മൈനസ് വന്നു, കാരണം -c ഉണ്ട്, ഈ സീൻ്റെ വാല്യൂ -4 ആണ് എടുത്തിട്ടുള്ളത്, ഒരു 2 മൈനസ് വന്നു. പ്ലസ് എന്താണ് ഡീൻ്റെ വാല്യൂ -5. ഇനി എന്ത് ചെയ്യാം, ഈ -2 -2ഉം -5ഉം ഒരുമിച്ച് -2 -5ഉം -7 ആണ് വരിക. പിന്നെ ഇത് 3 ആണ് വരിക, +3, ഇത് +4, 3 + 4 7 ആണ് വരിക. അപ്പം നമ്മുടെ ആൻസർ 0 എന്ന് കിട്ടും. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളിത് ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യാനാണ് പറയുന്നത്. അടുത്തടുത്തുള്ള നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഓൾജിബ്രേൻ്റെ സെറ്റ് x x+1 x+2 x+3 എന്നാണ് എടുക്കുക. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിന് എയും ബിയും സിയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ മൈനസ് വരുമ്പോൾ ഈ ബ്രാക്കറ്റ് ആദ്യത്തേത് x തന്നെ, ഇവിടെ x+1 ഉള്ളത് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ അത് x - 1 ആവും. ഈ -(x) - x വരും, -+1 -1 വരും. പിന്നെ ഈ -x വരും, ഈ -c പ്ലസും -2 വരും, പിന്നെ x+3 വരും. ഇനി ഈ എക്സും കട്ടാവും, x - x കട്ടാവും. പിന്നെ ഈ -xഉം ഈ +xഉം ഒരേ നമ്പർ പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ കട്ടായി പോകും. പിന്നെ -1 -2 -3 ആണ്, -3 + 3 എന്ന് പറയുമ്പോൾ 0 വരും. അടുത്തത് a + b - c - d x+
x+1 പ്ലസ് x+1 മൈനസ് x+2 മൈനസ് x+3. നമ്മൾ ഈ മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ -x ആവും, -2 ആവും, -3 ആവും, -x ആവും, -3 ആവും. ഓർമ്മിക്കേണ്ട കാര്യം, ഈ മൈനസ് ഉള്ളിലേക്ക് പോകുമ്പം എല്ലാ നമ്പറിൻ്റെയും സൈൻ ചേഞ്ച് ആവും. ഈ എക്സും ഈ എക്സും കട്ടാവും, ഈ എക്സും കട്ടാവും. ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവും കട്ടാവും. പിന്നെ ബാക്കി 1 അവിടെ ഉണ്ട്. പിന്നെ -2 -3 -5 ആവും. അപ്പം അങ്ങനെ 1 - 5 = -4 എന്ന് കിട്ടും. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് അബൌട്ട് a - b + c - d ആണ്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ഈ വാല്യൂ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. x - x+1 പ്ലസ് x+2 മൈനസ് x+3 എന്ന് കൊടുക്കും. അപ്പോൾ x മൈനസ് ഈ -x വരും, ഇത് -1 വരും, പിന്നെ +x വരും, +2 വരും, പിന്നെ ഈ -x വരും, -3 വരും. അപ്പോൾ x - x 0 വരും, ഈ x - x 0 വരും, പിന്നെ -1ഉം -3 -4 ആണ് വരിക. -1 +2 -3 വരും. അപ്പോൾ -1ഉം -3ഉം -4 വരും. 2 പോസിറ്റീവാണ്. 2 - 4 = -2. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് വരിക. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ പേജ് നമ്പർ 132 ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.